أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واتبعوا ما تتلو الشياطين على ملك سليمان وما كفر سليمان ولكن الشياطين كفروا يعلمون الناس السحر وما أنزل على الملكين ببابل هاروت وماروت وما يعلمان من أحد حتى يقولا إنما نحن فتنة فلا تكفر فيتعلمون منهما ما يفرقون به بين المرء وزوجه وما هم بضارين به من أحد إلا بإذن الله ويتعلمون ما يضرهم ولا ينفعهم ولقد علموا لمن اشتراه ما له في الآخرة من خلاق ولبئس ما شروا به أنفسهم لو كانوا يعلمون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 103-ാമത്തെ വചനമാണ് നിങ്ങളിപ്പോൾ ശ്രവിച്ചത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു: സുലൈമാൻ്റെ ഭരണകൂടത്തിനെതിരെ പിശാചുക്കൾ അഥവാ രാജ്യദ്രോഹികൾ അനുവർത്തിച്ചിരുന്ന നയം ഇവർ, അതായത് യഹൂദർ, പിന്തുടർന്നിരിക്കുകയാണ്. സുലൈമാൻ അവിശ്വസിച്ചിട്ടില്ല, എന്നാൽ പിശാചുക്കളാണ് അവിശ്വസിച്ചിരുന്നത്. അവർ ജനങ്ങൾക്ക് വഞ്ചനാകൃത്യം പഠിപ്പിക്കാറുണ്ടായിരുന്നു. ഈ യഹൂദരുടെ വാദപ്രകാരം ബാബിലോണിയയിലെ 2 മലക്കുകളായ ഹാറൂത്ത്, മാറൂത്ത് എന്നിവർക്ക് ഇറക്കപ്പെട്ടതിനെയും അവർ പിൻപറ്റുന്നു. പക്ഷേ നിശ്ചയമായും ഞങ്ങളൊരു പരീക്ഷണം മാത്രമാണ്, അതിനാൽ ഞങ്ങളുടെ നിർദ്ദേശങ്ങളെ നിരാകരിക്കരുത് എന്ന് പറഞ്ഞിട്ടല്ലാതെ അവർ 2 പേരും ആർക്കും ഒന്നും തന്നെ പഠിപ്പിച്ചിരുന്നില്ല. എന്നാൽ ഇവർ, അതായത് ഈ യഹൂദർ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന വിദ്യ അവർ 2 പേരിൽ നിന്നും അവരുടെ ചരിത്ര സംഭവത്തിൽ നിന്നും പഠിക്കുന്നു. യഥാർത്ഥത്തിൽ അവർ ഹാറൂത്തും മാറൂത്തും അള്ളാഹുവിൻ്റെ അനുമതി കൂടാതെ അതുമൂലം ആർക്കും ഒരു ഉപദ്രവവും ഏൽപ്പിക്കാറുണ്ടായിരുന്നില്ല. ഇതിനെതിരായി തങ്ങൾക്ക് തന്നെ ഉപദ്രവകരമായതും ഉപകരിക്കാത്തതുമായ കാര്യങ്ങളാണ് ഇവർ, അതായത് ഈ യഹൂദികൾ, പഠിക്കുന്നത്. ഈ മാർഗം കൈക്കൊണ്ടിട്ടുള്ളവർക്ക് പരലോകത്ത് യാതൊരു അംശവുമില്ലെന്ന് അവർ നല്ലവണ്ണം അറിഞ്ഞിട്ടുണ്ട്. എന്തിനു പകരം അവർ സ്വന്തം ആത്മാക്കളെ വിറ്റിരിക്കുന്നുവോ അതെത്ര നികൃഷ്ടം! അവർ ഇത് ഗ്രഹിച്ചിരുന്നുവെങ്കിൽ. ഈ ആയത്തിൻ്റെ തഫ്സീറാണ് ഇന്നത്തെ ദർസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹുവും ഈ ആയത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള ഹാറൂത്ത്, മാറൂത്ത് എന്നീ 2 പ്രവാചകന്മാരെക്കുറിച്ചാണ് തുടർന്ന് വിശദീകരിക്കുന്നത്. തുടർന്ന് വിവരിക്കുകയാണ്: ഇവർ നാടുകടത്തപ്പെട്ട ഇസ്രായേൽക്കാരെ തിരിച്ചെത്തിക്കാൻ നിയോഗിക്കപ്പെട്ട 2 പ്രവാചകന്മാരാണ്. മേഡ്, പേർഷ്യ എന്നീ രാജ്യങ്ങളിലെ രാജാക്കന്മാരുടെ സഹായത്തോടെയാണ് അവർ സ്വാതന്ത്ര്യം നേടിയത്. വിശുദ്ധ ഖുർആനിൽ 2 പ്രവാചകന്മാരുടെയും ഗുണനാമങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതായത് ഹാറൂത്തും മാറൂത്തും. ഹാറൂത്ത് എന്നത് ഹൗത്ത് എന്ന വാക്കിൽ നിന്നാണ് വന്നത്. അതിനർത്ഥം പിളർക്കുക എന്നാണ്. അതുപോലെ മാറൂത്ത് എന്നത് മർത്ത് എന്ന വാക്കിൽ നിന്നാണ് വന്നത്. അതിനർത്ഥം തകർക്കുക എന്നാണ്. അതിനാൽ ഹാറൂത്തിൻ്റെയും മാറൂത്തിൻ്റെയും അർത്ഥം പിളർക്കുന്നവരും തകർക്കുന്നവരും എന്നാണ്. ചില ഭരണകൂടങ്ങളെയും സമൂഹങ്ങളെയും പിളർത്തുന്നതിനും അവരുടെ ശക്തി തകർക്കുന്നതിനും ഈ പ്രവാചകന്മാരെ ചുമതലപ്പെടുത്തിയത് കൊണ്ടാണ് അവർക്ക് ഈ ഗുണനാമം നൽകപ്പെട്ടത്. പ്രവാചകന്മാരായ ഹജ്ജായി, സക്കരിയ എന്നിവരാണെന്ന് ഊഹിക്കാം. എസ്ര 5-ാം അധ്യായം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഹജ്ജായിയും സക്കരിയായും യഹൂദന്മാരുടെ സ്വാതന്ത്ര്യത്തിനായി ശ്രമിച്ചെന്നും സൈറസുമായി രഹസ്യധാരണ ഉണ്ടാക്കിയെന്നും അദ്ദേഹത്തിൽ നിന്ന് ഉത്തരവുകൾ എഴുതി വാങ്ങിയെന്നുമാണ്. അതിനാൽ ഹാറൂത്തും മാറൂത്തും സൈറസുമായി ധാരണയുണ്ടാക്കുകയും അകത്ത് നിന്ന് സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു. ഇതിൻ്റെ ഫലമായി പുറമേ നിന്ന് സൈറസ് ആക്രമണം നടത്തുകയും ബാബിലോൺ കീഴടക്കുകയും ചെയ്തു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് യഹൂദന്മാർ നടത്തിയ ഗൂഢാലോചനകളെക്കുറിച്ചാണ് തുടർന്ന് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്, ആദ്യം യഹൂദർ കഅബ് ബിൻ അഷ്റഫിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിരായി ഇളക്കി വിട്ടു എന്നാണ്.
അദ്ദേഹം പ്രവാചകനെതിരായി അറബ് ലോകത്ത് അപകടകരമായ എതിർപ്പിൻ്റെ തീജ്വാല പടർത്തി. മാത്രമല്ല, അദ്ദേഹം അവിടെ മാത്രം ഒതുങ്ങിയില്ല. തൻ്റെ കവിതകളിലൂടെ മുസ്ലിം സ്ത്രീകളുടെ മാനത്തിനും അഭിമാനത്തിനും നേരെ അക്രമം തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിലെ പരിശുദ്ധരായ സ്ത്രീകളെ പോലും തൻ്റെ ദുഷ്പ്രവർത്തനത്തിന് ഇരയാക്കാൻ അയാൾ മടിച്ചില്ല. ഈ എതിർപ്പുകളെല്ലാം ഉണ്ടായിട്ടും ഇസ്ലാമിക ഭരണം അനുദിനം വളരുകയാണെന്നും മുസ്ലിങ്ങൾ പിന്നോട്ട് പോകുന്നില്ല, മറിച്ച് മുന്നോട്ട് തന്നെയാണെന്നും കണ്ടപ്പോൾ ഇസ്ലാമിനെ തകർക്കാൻ അവർ ചില വിദേശ നാടുകളുമായി ചേർന്ന് ശ്രമങ്ങൾ ആരംഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കുറച്ചു കാലം മുമ്പ് യഹൂദന്മാർക്ക് പേർഷ്യൻ രാജാവുമായി സൗഹൃദ ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞിരുന്നു. ഹച്ചിൻസൺസ് ഹിസ്റ്ററി ഓഫ് ദി നേഷൻസിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ക്രൈസ്തവരുടെ പീഡനം സഹിക്കവയ്യാതെ യഹൂദന്മാർ പേർഷ്യൻ രാജാവിനോട് പ്രത്യേക അടുപ്പം കാണിക്കാൻ തുടങ്ങി എന്നാണ്. ഈ കാലഘട്ടത്തിൽ 2 പ്രധാന ഭരണകൂടങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് അജ്ഞാരാധകരും മറ്റൊന്ന് ക്രിസ്ത്യാനികളും. അജ്ഞാരാധകരുടെ ഭരണം ഇറാനിലും ക്രിസ്ത്യാനികളുടെ ഭരണം റോമിലുമായിരുന്നു. പേർഷ്യക്കാർക്ക് റോമിനോട് ശത്രുതയുണ്ടായിരുന്നു. റോം ക്രിസ്ത്യാനികളുമായിരുന്നു. യഹൂദർക്കും അവരോട് ശത്രുതയുണ്ടായിരുന്നു. കൂടാതെ അവരുടെ രാജ്യത്ത് അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വന്നു. അതിനാൽ തങ്ങളെ ശ്രദ്ധിക്കുകയും സഹായിക്കുകയും ചെയ്യുമെന്ന് അവർക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരേയൊരു ഭരണകൂടം പേർഷ്യയുടേതായിരുന്നു. അതുകൊണ്ട് യഹൂദന്മാർക്കും പേർഷ്യക്കാർക്കും പരസ്പരം ബന്ധം സ്ഥാപിക്കാനായി. അവർക്ക് അവിടെ സ്വാധീനവും ഉണ്ടായിരുന്നു. അന്നത്തെ ക്രൈസ്തവ ഭരണകൂടങ്ങളിൽ മനംനൊന്ത് അവർ ഇറാനിലേക്ക് പോവുകയും അവരുടെ കീഴിൽ താമസിക്കുകയും ചെയ്തിരുന്നു. അവിടെ അവർക്ക് മതസ്വാതന്ത്ര്യം ലഭിച്ചു. അവരുടെ താൽമൂദുകൾ തയ്യാറാക്കിയതും അവരുടെ വലിയ പുരോഹിതന്മാർ താമസിച്ചിരുന്നതും അവിടെയായിരുന്നു. രാജസദസ്സുകളിൽ അവർക്ക് വലിയ ബഹുമാനവും ആദരവും ലഭിച്ചിരുന്നു. പ്രത്യേകിച്ച് ജസ്റ്റിനിയൻ്റെ കാലം മുതൽ ക്രിസ്ത്യാനികളിൽ നിന്ന് അവർക്ക് അതിക്രൂരമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു. ഇറാൻ ഒഴികെ അവർക്ക് മറ്റൊരിടത്തും അഭയമില്ലായിരുന്നു. അവരുടെ മതപരമായ കേന്ദ്രം യഹൂദയ്ക്കോ ജെറുസലേമിനോ പകരം ബാബിലോണിയ ആയി മാറിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ യഹൂദർ ക്രിസ്ത്യാനികളെ പൂർണ്ണമായും അടുത്തിരുന്നു. കാരണം റോമിലെ ചക്രവർത്തി യഹൂദ മതത്തെ ഇല്ലാതാക്കാൻ ഒരു കുറവും വരുത്തിയിരുന്നില്ല. ഈ ലക്ഷ്യത്തിനായി അദ്ദേഹം എല്ലാത്തരം ക്രൂരതകളും അനുവദിച്ചു. കൂടാതെ യഹൂദരെ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമാക്കുകയും നാട് കടത്തുകയും ചെയ്തു. അതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇസ്ലാമിനെ തകർക്കാൻ എന്തെങ്കിലും ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അത് യഹൂദന്മാരുടെ ഗൂഢാലോചനയായിരുന്നുവെന്ന് സമ്മതിക്കേണ്ടി വരും. കാരണം അറബികളിലെ ബഹുദൈവാരാധകർക്ക് പേർഷ്യക്കാരുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. പേർഷ്യൻ രാജാവായ ഖുസ്രോ രണ്ടാമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവയച്ചു എന്ന് ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അറബിയിലെ ഒരു വ്യക്തി പ്രവാചകത്വം അവകാശപ്പെടുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് റിപ്പോർട്ട് ലഭിച്ചു. അവനെ പിടിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് അയക്കുക, ശിക്ഷ നൽകാമെന്ന് കാണിച്ച് അദ്ദേഹം യമനിലെ തൻ്റെ ഗവർണർക്ക് കത്തെഴുതി. യമനിലെ ഗവർണർ തൻ്റെ 2 ദൂതന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് അയച്ചു. അവർ വന്ന് തങ്ങളെ അങ്ങയെ അറസ്റ്റ് ചെയ്യാൻ അയച്ചിരിക്കുകയാണെന്ന് അറിയിച്ചു. തങ്ങളോടൊപ്പം വരാൻ അവർ നിർബന്ധിച്ചു. വിസമ്മതിക്കരുതെന്നും അല്ലെങ്കിൽ പേർഷ്യൻ രാജാവിന് കോപം വരികയും അറബികൾക്കെതിരെ ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്നും അവർ പറഞ്ഞു. അടുത്ത ദിവസം വരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ആവശ്യപ്പെട്ടു. അവർ അടുത്ത ദിവസം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന് രാത്രി നിങ്ങളുടെ രാജാവിനെ എൻ്റെ ദൈവം വധിച്ചു എന്ന് എനിക്ക് വിവരം ലഭിച്ചിരിക്കുന്നു. ഇതൊരു ഒഴിവ് കഴിവായിരിക്കാമെന്ന് അവർ കരുതി. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ അങ്ങയുടെ നന്മയ്ക്ക് വേണ്ടി പറയുകയാണ്, ഞങ്ങളോടൊപ്പം വരിക, അല്ലെങ്കിൽ രാജാവിന് ദേഷ്യം വരും. ഒരുപക്ഷെ അദ്ദേഹം മുഴുവൻ അറബികളെയും നശിപ്പിച്ചേക്കാം, അല്ലെങ്കിൽ മുഴുവൻ അറബിനെയും നശിപ്പിച്ചേക്കാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ദൈവം ഇന്ന് രാത്രി നിങ്ങളുടെ രാജാവിനെ വധിച്ചു എന്ന് എനിക്ക് വിവരം ലഭിച്ചു. അതിനാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത് തന്നെ നിങ്ങളുടെ ഗവർണറെ അറിയിക്കുക. അവർ തിരിച്ചുപോയി യമനിലെ ഗവർണറെ വിവരം അറിയിച്ചു. ഗവർണർ പറഞ്ഞു, നമുക്ക് കുറച്ച് ദിവസങ്ങൾ കാത്തിരുന്ന് ഈ കാര്യം എത്രത്തോളം ശരിയാണെന്ന് നോക്കാം. ഇത് ശരിയാണെങ്കിൽ അദ്ദേഹം തീർച്ചയായും ഒരു സത്യപ്രവാചകനാണ്, അല്ലെങ്കിൽ അറബിന് രക്ഷയുണ്ടാവില്ല. ഖുസ്രോ മുഴുവൻ അറബിനെയും നശിപ്പിക്കും. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു കപ്പൽ തുറമുഖത്തെത്തുകയും അതിൽ നിന്ന് ഒരു ദൂതൻ യമനിലെ ഗവർണറുടെ അടുത്ത് എത്തുകയും ചെയ്തു. അദ്ദേഹം ഗവർണർക്ക് ഒരു രാജകീയ കത്ത് നൽകി. അത് മുദ്ര വെച്ചതായിരുന്നു. എന്നാൽ മുദ്ര മറ്റൊരു രാജാവിൻ്റേതാണെന്ന് തോന്നി.
കത്ത് കണ്ടപ്പോൾ തന്നെ ഗവർണർക്ക് സംശയം തോന്നി. അദ്ദേഹം പറഞ്ഞു, അറബിലെ പ്രവാചകൻ്റെ കാര്യം സത്യമാണെന്ന് തോന്നുന്നു. തുടർന്ന് അദ്ദേഹം കത്ത് തുറന്നു. അത് ഖുസ്രോയുടെ മകൻ ഷിറോഹയുടേതായിരുന്നു, അതായത് സിറോസ്. അതിലിങ്ങനെ എഴുതിയിരുന്നു: നമ്മുടെ പിതാവ് കടുത്ത അക്രമിയായിരുന്നു. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ അക്രമങ്ങൾ സഹിക്കവയ്യാതെ ഞങ്ങൾ അദ്ദേഹത്തെ വധിച്ചു. ഇപ്പോൾ ഞാൻ അദ്ദേഹത്തിന് പിൻഗാമിയാണ്. എൻ്റെ പേരിൽ എല്ലാവരിൽ നിന്നും അനുസരണയുടെ പ്രതിജ്ഞ എടുക്കുക. എൻ്റെ പിതാവ് അറബിലൊരു പ്രവാചകനാണെന്ന് അവകാശപ്പെടുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യാൻ അയച്ച ഉത്തരവും ഒരു അക്രമപരമായ ഉത്തരവായിരുന്നു. അത് ഞാനും റദ്ദാക്കുന്നു. പുതിയൊരു ഉത്തരവ് വരുന്നത് വരെ അതിനെക്കുറിച്ചൊരു നടപടിയും എടുക്കരുത്. ഈ ആയത്തിൻ്റെ ദർസ് തുടരുന്നതാണ് ഇൻഷാ അല്ലാഹ്. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.